ഹലോ ഗൈസ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ആ ചാലഞ്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇന്നെങ്കിലും ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഒന്നും എനിക്ക് പറ്റില്ല. നമ്മളിന്ന് ചുരം ഇറങ്ങിയിരിക്കും. അത് എന്ത് വില കൊടുത്ത് ഞാൻ ഇറങ്ങിയിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഒരു റോഡുണ്ടെന്ന് ചുരം ചുറ്റി ചുറ്റി ഇറങ്ങുന്ന ആ റോഡ് ഞാൻ കണ്ടുപിടിച്ച്. എനിക്ക് ഓർമ്മ വന്നു നമുക്ക് ആ വഴി പോയെന്ന്. മറ്റേ റോഡ് വഴി പോകണ്ട. ഓക്കെ, ഇന്ന് നമ്മൾ എന്തായാലും എത്തിച്ചിരിക്കുന്നത് ഒരു വാശിയാണ്. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും നമ്മൾ സ്കിപ്പ് അടിക്കത്തില്ല. അതായത് ക്രെയിം വിളിക്കത്തില്ല ഞാൻ. അത് ഞാൻ 100% ഉറപ്പ് വരുന്നത്. ഞാൻ ക്രെയിം വിളിക്കാതെ നമ്മളിന്ന് ലോഡ് എത്തിക്കും. നമുക്ക് എന്തൊക്കെ ലോഡ് കിട്ടുമെന്ന് നോക്കാം. അത് അരിവളയ്ക്ക് നമുക്ക് ഡബിൾ ട്രെയിലറാണ് എടുത്തേക്കുന്നത്. അത് ഏറ്റവും വലിയ റിസ്ക്കാണ്. എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ പുല്ല് അതിനകത്ത് അവിടെ ഇരിക്കും. പിന്നെ ക്രെയിം വിളിക്കണം, അതിന് പൈസ കൊടുക്കണം. നമ്മൾ ക്രെയിൻ എടുക്കത്തില്ലെന്ന് ഓൾറെഡി പറഞ്ഞാണ്. അതുകൊണ്ട് നമ്മൾ എവിടെയും തട്ടാതെ അങ്ങ് എത്തിക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മളിന്ന് ലോഡ് എടുത്തുകൊണ്ട് താഴെ അങ്ങ് കുന്നിറങ്ങി താഴെ പോകണം. അതാണ് ലക്ഷ്യം. ഇതങ്ങ് താഴെ ലോഡ് എത്തും എന്നൊരു പ്രതീക്ഷ ഉണ്ട്. എനിക്കൊരു 50% പ്രതീക്ഷയുള്ളൂ. എന്തായാലും അങ്ങ് എത്തുമെന്ന് വിചാരിക്കുന്നുണ്ട്. എത്തിച്ചിട്ട് നമുക്ക് നല്ല വണ്ടി നല്ല വലിക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് ലോഡ് എടുക്കാം. കാരണം തിരിച്ച് ചുരം കയറി വരണം. അത് ഇറക്കാണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വണ്ടി മാറ്റേണ്ടി വരും. വണ്ടി മാറ്റിയാൽ പിന്നെ താഴെ ചുരത്തിന് കയറാറില്ല. നമ്മളെ വണ്ടിയൊക്കെ കിടക്കുന്ന ഓരോരോ ഗ്യാരേജ് ഉണ്ട്, അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ താഴെ മുകളിലോട്ട് കയറുള്ള ലോഡ് എടുത്ത് മുകളിലോട്ട് കയറി ആ റോഡൊക്കെ ഒന്ന് കാണിച്ച് നമ്മളെ എല്ലാ മാപ്പും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അത് പല പല വണ്ടി വെച്ച്. ഈ വണ്ടി ഈ ഒരു റൂട്ട് മാത്രം കൊടുക്കുന്നത്. പിന്നെ അടുത്ത വണ്ടി നമ്മൾ വോൾവോയ്ക്ക് കൊണ്ടുവരും. വോൾവോയ്ക്ക് അത്യാവശ്യം പവറൊക്കെ ഉള്ള വണ്ടിയാണ്. ഇതേപോലെ ഒന്നുമല്ല. ഇത് പിന്നെ ചാത്തൻ വണ്ടി, എന്നാലും പവറൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം എടുക്കുന്നവർക്ക് ഈ വണ്ടി തന്നെ ധാരാളം. കാരണം വലിയ വലിയ ലോഡൊന്നും കിട്ടത്തില്ല. ഞാനൊക്കെ ലെവൽ 63 എത്തി. 63 എത്തുകയെന്ന് വെച്ചാൽ 10-20,000 കിലോമീറ്റർ ഓടി കഴിഞ്ഞു. ഇതൊക്കെ ഇനി എപ്പോൾ തീരുമോ, 100 എത്തിക്കണമെന്നൊക്കെ ആയിരുന്നു ആദ്യം എൻ്റെ ആഗ്രഹം. പിന്നെ അതൊന്നും നടന്നില്ല. കുറച്ചാൾ നമ്മൾ ഞാൻ മടുത്ത്. ആദ്യം തന്നെ നശൂലങ്ങൾ പണി തരാനൊക്കെ നോക്കും ഓരോരുത്തർ. വഴിയൊക്കെ ഇതേപോലെ വന്ന്, പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. കണ്ട അടുക്കി കിടക്കുന്നുണ്ട. ഞാൻ അല്പം സ്പീഡിൽ പോവാം, അല്ലെങ്കിൽ ഈ വീഡിയോ ഇപ്പോഴൊന്നും തീരത്തില്ലെന്ന് എനിക്കറിയാം. ഈ ലോഡ് അങ്ങ് എത്തുന്നവരെ കുറച്ച് സ്പീഡിൽ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇവിടുന്ന് താഴോട്ട് പോകുന്ന വഴിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ വഴി പോകുമ്പോഴാണ് ആ റോഡ്. ഒരു ഇൻഡിക്കേറ്റർ ഇട്ടൊക്കെ നമ്മൾ വളച്ചിട്ടുണ്ട്. നമ്മൾ മാന്യന്മാരാണ്, യൂറോപ്പിലല്ലേ, ഫൈനൊന്നും വരണ്ടെന്ന് വിചാരിച്ചു. തട്ടിക്കാതെ വിചാരിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, തട്ടിക്കാൻ ഓരോരുത്തന്മാർ വന്ന് കയറും. എന്തായാലും തട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പോട്ടെ, വണ്ടി വിട്ട് പോട്ടെ. നമ്മളിവിടെ തട്ടിയാൽ നമുക്ക് മൈനസ് വീഴും. അത് നമ്മൾ ഓർക്കണം. നമ്മുടെ ലോഡിൻ്റെ പൈസ അവന്മാർ കുറച്ചേ തരത്തുള്ളൂ. അതുകൊണ്ടാണ് തട്ടിക്കാതെ പോകണമെന്ന് വിചാരിക്കുന്നത്. ഈ സൈഡിൽ ഇത് കണ്ട, ഇതിനകത്താണ് ഇത് ഏറ്റവും ഡേഞ്ചർ എന്ന് പറയുന്നത്. ഈ സാധനമാണ്. നമ്മൾ സ്പീഡ് വെച്ച് പോകും. ഏതെങ്കിലും വണ്ടി വരുമ്പോൾ നമ്മൾ സൈഡിലോട്ട് മറിക്കും, ഇതിൽ കയറി തട്ടും, ചിലപ്പോൾ അതിനകത്ത് കുടുങ്ങി കിടക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ക്രെയിം വിളിക്കേണ്ടി വരും. ഇതിനകത്ത് നമ്മൾ ക്രെയിം വിളിക്കത്തില്ല. നമ്മൾ മാക്സിമം തട്ടുവാണെങ്കിൽ പുറത്തെടുക്കാൻ നോക്കും, ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകും. അതാണ് എനിക്ക് പറയാനുള്ളത്. കണ്ട, വിട്ടറിഞ്ഞ് പോവുകയാണ്. ഇതിൻ്റെ സൈഡ് വ്യൂ ഒക്കെ കേട്ടോ. ഇനി ഫുള്ള് ചുരമാണ്. ഇവിടുന്ന് ചുറ്റി താഴെ ഇറങ്ങണം. ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ എന്തും വരട്ടെ എന്ന് പറഞ്ഞാണ് ഞാനങ്ങ് തിരിച്ചങ്ങ് ഇറങ്ങുന്നത് താഴോട്ട്. ഇറങ്ങി പോട്ടെ. നല്ല സ്പീഡിൽ പോകുന്നു, ബ്രേക്ക് കിട്ടുന്നു, ഇറങ്ങുന്നത്. എവിടെയെങ്കിലും ബ്രേക്ക് കിട്ടില്ല ഞാൻ അതിനകത്തിരിക്കും. പിന്നെ ഒരു കാര്യം പറയാം, ഈ വണ്ടിക്ക് ബ്രേക്ക് കുറവാണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ചവിട്ടിയാൽ അങ്ങനെ കിട്ടാറില്ല. ഇവിടുന്ന് ചവിട്ടി അവിടെ എത്തുമ്പോൾ ഒരു 30, 28, 25 അങ്ങനെ ഒരു ലെവലിലാണ് കിട്ടുന്നത്. പിന്നെ നല്ല 25 ആകുമ്പോൾ പിന്നെ അങ്ങ് സ്ലോ ആയിക്കോളും നല്ലപോലെ. എന്തായാലും ഇതങ്ങ് താഴെ എത്തിച്ചിട്ട് തീരുമാനിക്കാം മുകളിലോട്ട് കയറണോ വേണ്ടേ. ഏകദേശം ഇരുട്ടാ എന്നൊക്കെ തോന്നുന്നുണ്ട്. ഗ്രാഫിക്സിൽ ഇവരെ കണ്ടുപിടിക്കണം. പല ഗെയിംസ് വരും. 1 GB ഗെയിമുണ്ട്. എൻ്റെ പൊന്നോ, അതൊന്നും എടുത്ത് കളിക്കാതിരിക്കുന്ന ഭേദം. അതെല്ലാം ഒരേ മാപ്പ് തന്നെ, ഒരേ മാപ്പ് എല്ലായിടത്തും, എല്ലാം ഒരേപോലെ. കണ്ടു കഴിഞ്ഞാൽ പ്രാന്ത് പിടിക്കും. പക്ഷേ ഗ്രാഫിക്സൊക്കെ ഉണ്ട്. നല്ല റേറ്റിംഗ് ഉള്ളൊരു ഗെയിമാണ്. അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതങ്ങനെയല്ല, പല സ്ഥലത്തും പല രീതിയിലാണ്. അതുകൊണ്ട് നമുക്ക് വലുതായിട്ട് മടുക്കത്തില്ല. എല്ലാ വണ്ടിയും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ മടുത്ത് പോകുമല്ലോ. ഇതൊന്നും കളിക്കാനില്ലല്ലോ. എൻ്റെ ഇതിനകത്ത് എല്ലാ വണ്ടിയും ഉണ്ട്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഡബിൾ ട്രെയിലർ തട്ടിയാണ് ഇറങ്ങി വരുന്നത്. മഴയൊന്നുമില്ല, കൈയിട്ട് വൈപ്പർ വീണയാണ്. എല്ലാവരും ക്ഷമിക്കണം. കട്ടർ, അങ്ങനെ നമ്മൾ കട്ടർ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ പണി നടക്കുമെന്ന് തോന്നുന്നു. ഈ പണി ഒരിക്കലും ശരിയാവില്ല. അങ്ങനെയാണല്ലോ അവർ പണിഞ്ഞ് വെച്ചേക്കുന്നത്. അല്ല ഇനിയൊരു അപ്ഡേറ്റ് വന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്ന ഒരു ഗെയിം ആകുമ്പം ഒരാഴ്ചത്തേക്ക് കട്ടർ ഇടണം, കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പണിഞ്ഞ് തരണം, പിന്നെ വീണ്ടും പൊളിയണം. അങ്ങനെയൊക്കെ കൺസെപ്റ്റൊക്കെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഗെയിം പണിയണം അല്ലേ.
അത്രയൊക്കെ ഞാൻ അനുഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ മൊബൈൽ ഗെയിമിന് അതിൻ്റെ ലിമിറ്റ് ഉണ്ടല്ലോ. എന്തായാലും ഇത്രയായി. ഇനി ഇതും കൂടെ അവന്മാർക്ക് ചെയ്യാമായിരുന്നു. ഫ്യൂച്ചറിൽ ഇനി കുറേ അപ്ഡേറ്റ്സ് വരാനുണ്ട്. പിന്നെ ഞാൻ ഇവരുടെ ബീറ്റ യൂസറായിരുന്നു നാട്ടിലുണ്ടായിരുന്ന സമയത്ത്. ബീറ്റ യൂസർ എന്ന് പറയുമ്പോൾ അറിയാമല്ല, ഇവരെ മുമ്പ് വരുന്ന അപ്ഡേറ്റ്സുകളെല്ലാം നമുക്ക് കളിക്കാൻ കിട്ടും. അതായത് പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റായി ആളുകൾക്ക് കിട്ടുന്നതിന് മുമ്പ് നമുക്ക് കിട്ടും. അത് ഞാൻ കുറച്ച് നാളുണ്ടായിരുന്നു, ഒരു 2-3 അപ്ഡേറ്റ്സിൽ. പിന്നെ ഞാൻ അതങ്ങ് മാറ്റി. ഞാൻ പറഞ്ഞില്ല, കളി നിർത്തിയപ്പോൾ അതങ്ങ് പോയി. ഇനി അടുത്ത അപ്ഡേറ്റ്സ് വരുമ്പോഴത്തേക്ക് ബീറ്റ യൂസറിന് വേണ്ടി അപ്ലൈ കൊടുക്കുക. അവന്മാർ റിജക്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അന്ന് ഞാൻ തുടക്കക്കാരനായതുകൊണ്ട് ഈ ഗെയിം അധികം ഡൗൺലോഡ് ചെയ്യാത്തതുകൊണ്ടും എനിക്ക് കിട്ടി. അപ്പോൾ ഇതിനകത്ത് ഒരു ആപ്പൊക്കെ ഉണ്ടല്ലോ, ആ ആപ്പ് വഴി നമുക്ക് എത്ര പേർക്ക് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത്. വീണ്ടും ചെയ്ത് നോക്കാം. അന്ന് ക്യാൻസലായി, കുറേ നാൾക്ക് ശേഷം ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട്. എന്തായാലും ഞാൻ ഈ ലോഡ് അങ്ങ് എത്തിക്കും. അത് ഏകദേശം അങ്ങ് എത്താറായി എന്ന് തോന്നുന്നു. ഇതിനൊരു അന്ത്യമില്ല, വീണ്ടും അടുത്ത ചുരമാണെന്ന് തോന്നുന്നു. ഞാൻ ചുരം തീർന്ന് നേരിട്ട് റോഡ് എത്തിയെന്നാണ് ഞാൻ വിചാരിച്ചത്. ആ കട്ടറെത്തിയപ്പോൾ തട്ടി ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് തട്ടി ചിലപ്പോൾ അതിനകത്തൂടെ അങ്ങ് അപ്പുറത്തെത്തും. പിന്നെ വണ്ടി അത് സ്റ്റക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. വണ്ടി താഴെ കിടക്കില്ല, അല്ലെങ്കിൽ ഒന്നീ റോഡിൻ്റെ ഇടയിൽ പെട്ട് കിടക്കും, ബ്ലോക്കാക്കി. അല്ലെങ്കിൽ അങ്ങ് താഴെ പോയി കിടക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതിനകത്ത് കുരുങ്ങി കിടന്ന് ആടും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നീ ഇങ്ങനെ നോക്കിയിരിക്കും കുറച്ച് നേരം, അല്ല ഞാനെന്താ പറയാൻ, ഇതൊന്നും എത്തത്തില്ല. അങ്ങനെ കുറേ സമയം എടുക്കും. അപ്പുറത്ത് നിന്നാണ്ട വരിക്കിന് വണ്ടി കയറിയത്. ഈ നാശങ്ങൾ മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. കണ്ട അടുത്തത് കുരു പിടിക്കാനായിട്ട്. നമ്മൾ പ്രൊഫഷണലാണ്ട് കുഴപ്പമില്ല, വളച്ചും തിരിച്ചങ്ങ് എടുക്കും. കണ്ട, ഞാൻ അന്ന് നിർത്തിയിട്ട് പിന്നെ ഇതുവരെ കളിച്ചിട്ടില്ല. ഒരു കളി കളിച്ച് ഞാൻ സ്റ്റക്കായി, നിങ്ങളെല്ലാം കണ്ടതല്ലേ. പിന്നെ ഞാൻ വീണ്ടും വന്നേക്കാണ്. ഇവിടെ മൊത്തം വണ്ടിയാണ്. നമ്മൾ ആ പുഴയുടെ സൈഡിലൊരു വഴിയൊക്കെ കണ്ടിട്ടുണ്ട്. അതിന് ചിലപ്പോൾ അപ്ഡേറ്റ്സ് വരുമ്പോൾ അവന്മാർ പുതിയൊരു വഴിയാക്കുമായിരിക്കും. എന്താണെന്ന് അറിയത്തില്ല. വാണ്ട ഗെയിംസ് പുതിയൊരു ഗെയിം ഇറക്കിയായിരുന്നു. അത് ഇതിൻ്റെ അത്ര കൊള്ളത്തൊന്നുമില്ല. ഗ്രാഫിക്സ് ഉണ്ട്. ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് കൊണ്ടുവന്നാൽ അതിൽ കുറേ ഫ്യൂച്ചേഴ്സ് ഉണ്ട്. ഇപ്പോഴും കൂടുതൽ അപ്ഡേറ്റ്സ് കൊണ്ടുവരുമായിരിക്കും അല്ലേ. കൂടുതൽ അപ്ഡേറ്റ്സ് കൊണ്ടുവന്നാൽ ഞാൻ പറയുന്ന പോലെ ഇതിനേക്കാളും ബെറ്റർ ഗെയിമാണത്. പക്ഷേ അതിൻ്റെ റേറ്റിംഗ് ഇപ്പോഴും 2.something ആണ്. കുറേ ഫ്യൂച്ചർ ഉണ്ടെങ്കിലും അതിൻ്റെ പല ഇതുമില്ല അപ്ഡേറ്റ്സ്. ഞാൻ എന്തോ പറയാൻ അതിനെക്കുറിച്ച്. എന്തായാലും നമുക്കങ്ങ് എത്താറായി. വേണ്ട, ഇല്ല, എത്താറായില്ല ഗൈസ്. ഇത് വീണ്ടും ചുരമാണ്. ഇവന്മാരിവിടെ ഇട്ട് ചുറ്റിക്കുക എന്നാണ് എനിക്ക് വന്നത്. വീണ്ടും എനിക്ക് വന്ന് ഈവനിങ് ആയിരുന്നു, ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ടല്ലേ. ഇത് മറ്റുള്ള മൂന്നാറിലൊക്കെ പോകുന്ന കണക്ക് വയനാട് ചുരമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. സോറി, മൂന്നാറില്ല, ഇറങ്ങി വരുന്നുണ്ട്. കയ്പല്ല ടവറൊക്കെ ഉണ്ട് സൈഡിൽ. അപ്പം നാടെത്തി. കാടൊക്കെ കാണുന്നുണ്ട്. ഏതോ താഴെ എത്തി നമ്മൾ ഉറപ്പാണ്, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കില്ല. വണ്ടിയൊക്കെ വരുന്നുണ്ട്. ലുക്കേ മാറിയ റോഡിൻ്റെ. ഇത് നാടാണ് ഉറപ്പാണ്. അതെ, വണ്ടിയൊക്കെ ചറ വണ്ടി വരുന്നുണ്ട്. നമ്മൾ ഏകദേശം അയ്യോ ഇതല്ല വഴി മാറിപ്പോയി. യെസ് ഗായ്സ്, അങ്ങനെ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നു. ഏകദേശം നമ്മളെ വർക്ക് പൂർത്തിയായിരിക്കുന്നു. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത വണ്ടി, അടുത്ത റൂട്ട് നമ്മൾ സെറ്റായിരിക്കും. ഇതേപോലെ ഒന്നും ആയിരിക്കില്ല, കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ അടുത്ത വീഡിയോയിൽ അടുത്ത വണ്ടിയായിട്ട് നമ്മൾ വന്നിട്ടായിരിക്കും. ഓക്കെ ഗായ്സ്.